പ്രിയകുട്ടികളെ, നമുക്ക് പഠിക്കേണ്ടത് ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം ആണ്. ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം, അതിനൊരു ഫോർമുലയുണ്ട്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എസ് ഡി എക്സ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് വെയർ എച്ച് ഈസ് ഇക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. ഈ ഫോർമുല പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡെഫിനൈറ്റ് ഇൻ്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം, ഒരു സമ്മിൻ്റെ ലിമിറ്റ് എടുത്ത് ഡെഫിനൈറ്റ് ഇൻ്റഗ്രലിൻ്റെ വില കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എ ടു ബി എഫ് എസ് ഡി എസ് ഇൻ്റഗ്രൽ വരുമ്പോൾ എ മുതൽ ബി വരെയാണ് ഇൻ്റഗ്രേഷൻ. അതുകൊണ്ട് അത് ഡെഫിനൈറ്റ് ഇൻ്റഗ്രലാണ്. ആസ് ലിമിറ്റ് ഓഫ് എ സം, ഒരു സമ്മിൻ്റെ ലിമിറ്റിൻ്റെ രൂപത്തിൽ എങ്ങനെ ഒരു ഡെഫിനൈറ്റ് ഇൻ്റഗ്രലിൻ്റെ വില കണ്ടുപിടിക്കാം. ഫോർമുല ഇതാണ്. നമ്മൾ പറയാം ഇൻ്റഗ്രൽ എ ടു ബി എഫ് എസ് ഡി എക്സ് ഈസ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു, ഇനി സ്ക്വയർ ബ്രാക്കറ്റിൽ കുറേ സമ്മ് എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. എച്ച് എന്ന് പറയുന്നത് ബി മൈനസ് എ ബൈ എൻ, ബി അപ്പർ ലിമിറ്റ് മൈനസ് എ ലോവർ ലിമിറ്റ് ബൈ എൻ. ഇനി ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്രയും ഫോർമുല എക്സ്ട്രാ അറിഞ്ഞിരിക്കണം. 1 + 2 + 3 എക്സെട്ര പ്ലസ് എൻ മൈനസ് 1, 1 മുതൽ n വരെ കൂട്ടുന്നതിൻ്റെ സം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 1 മുതൽ n മൈനസ് 1 വരെ കൂട്ടുന്നതിൻ്റെ സം അറിയാൻ n ഇൻറ്റു n മൈനസ് 1/2, n ഇൻറ്റു n മൈനസ് 1/2, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 ഹോൾ സ്ക്വയർ, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 1/6, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 1/6, 1³ പ്ലസ് 2³ പ്ലസ് 3³ പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 ഹോൾ ക്യൂബ്, n ഇൻറ്റു n മൈനസ് 1/2 ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ എല്ലാം n മൈനസ് 1 വരെയുള്ളൂ. 1 + 2 + 3 എക്സെട്ര പ്ലസ് n മൈനസ് 1, n ഇൻറ്റു n മൈനസ് 1/2, 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 ഹോൾ സ്ക്വയർ, n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 1/6, 1³ പ്ലസ് 2³ പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 ഹോൾ ക്യൂബ്. ഈ ആദ്യത്തെ ഉത്തരം തന്നെ സ്ക്വയർ, n ഇൻറ്റു n മൈനസ് 1/2 ഹോൾ സ്ക്വയർ. ചില പ്രോബ്ലംസ് ഈ രീതിയിൽ വരുന്നതും ചിലത് e⁻x ഇട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഇതും കൂടെ പഠിക്കണം. ലിമിറ്റ് e⁻x മൈനസ് 1/x ആസ് എക്സ് ടെൻസ് ടു 0 1, ഇതൊക്കെ ഫസ്റ്റ് ഇയർ പഠിച്ചേക്കുന്നതാണ്. ലിമിറ്റ് e⁻x മൈനസ് 1/x ആസ് എക്സ് ടെൻസ് ടു 0 1. ഇനി നമുക്ക് ജി പിയുടെ സമ്മിൻ്റെ ഫോർമുല അറിയണം. അത് സം ടു n ടേംസ് ഓഫ് എ ജി പി വിത്ത് ഫസ്റ്റ് ടേം എ ആൻഡ് കോമൺ റേഷ്യോ ആർ. n ടേംസിൻ്റെയാണ് എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ഇൻറ്റു r⁻n മൈനസ് 1. ഇതിനകത്ത് ആറില്ല, ഇവിടെ r⁻0 അപ്പോൾ ഇതാകെപ്പാടെ ലാസ്റ്റ് n മൈനസ് 1 വന്ന് നിൽക്കുമ്പോൾ, ആറിന് പവർ n മൈനസ് 1 വന്ന് നിൽക്കുമ്പോൾ ഇവിടെ r⁻0 ഇതിനകത്ത് വരുന്നത്. ടോട്ടൽ n ടേംസ് തന്നെ വരും. അപ്പോൾ n ടേംസ് ഉള്ള ഒരു ജി പി ആണിത്. ഫസ്റ്റ് ടേം എ കോമൺ റേഷ്യോ ആർ വരുന്ന ജി പി, അതിൻ്റെ സം ടു n ടേംസിൻ്റെ ഫോർമുല a ഇൻറ്റു r⁻n മൈനസ് 1/r-1, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ ഇൻറ്റു r⁻n മൈനസ് 1 എന്നൊരു ബോധം നിങ്ങൾക്കില്ലായിരിക്കും. നമ്മൾ ഈ സെൻറ്റൻസേ പഠിച്ചിട്ടുള്ളൂ. സം ടു n ടേംസ് ഓഫ് എ ജി പി പത്ത് ഫസ്റ്റ് ടൈം എൻ്റെ കോമൺ റേഷ്യോ ആറിനെ പഠിച്ചിട്ടുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ഫസ്റ്റ് ടൈം എ ആയ സ്ഥിതിക്ക് ലാസ്റ്റ് ടൈം a ഇൻറ്റു r⁻n മൈനസ് 1 വന്നാലേ n ടേംസ് വരുള്ളൂ. കാരണം ഇവിടെ r⁻0 r⁻0 r⁻1 r⁻2 അങ്ങനെ r⁻n മൈനസ് 1. അപ്പോൾ 0 1 2 എക്സെട്ര n മൈനസ് 1 വരുമ്പോഴാണ് n ടേംസ് വരുന്നത്. അപ്പോൾ n ടേംസ് ഒരു ജി പിയുടെ പറയുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്. അതിൻ്റെ ഉത്തരം ഇൻറ്റു r⁻n മൈനസ് 1/r-1. അപ്പോൾ നമുക്ക് ഇത്രയും ഫോർമുല അറിയണം. ആദ്യം ഇൻ്റഗ്രൽ എ ടു ബി എഫ് എസ് ഡി എസ് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് എ പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് എ പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എ പ്ലസ് n മൈനസ് 1 ഇൻറ്റു എച്ച് വെയർ എച്ച് ഈസ് ഇക്വൽ ടു ബി മൈനസ് എ ബൈ എൻ. 1 മുതൽ n മൈനസ് 1 വരെ കൂട്ടുന്നത് n ഇൻറ്റു n മൈനസ് 1/2, 1 സ്ക്വയർ തൊട്ട് n മൈനസ് 1 ഹോൾ സ്ക്വയർ വരെ കൂട്ടുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 1/6, 1³ തൊട്ട് n മൈനസ് 1 ഹോൾ ക്യൂബ് വരെ കൂട്ടുന്നത് n ഇൻറ്റു n മൈനസ് 1/2 ഹോൾ സ്ക്വയർ. ലിമിറ്റ് e⁻x മൈനസ് 1/x ആസ് ടെൻസ് ടു 0 1, എ പ്ലസ് എ ആർ പ്ലസ് എക്സെട്ര പ്ലസ് എ ഇൻറ്റു r⁻n മൈനസ് 1 ഇൻറ്റു r⁻n മൈനസ് 1/r-1. ഇനി അത് കണക്ക് ചെയ്യാം. ഫൈൻഡ് ഇൻ്റർവൽ 0 to 1 2s plus t dx as limit of a sum.
അപ്പോൾ ഇങ്ങനെ തരും. ലിമിറ്റ് ഓഫ് എ സം വഴി ഡെഫിനൈറ്റ് ഇൻ്റഗ്രലിൻ്റെ വില കാണാൻ ക്വസ്റ്റ്യൻ പറയും. അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ a to b f(s) ds ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു f of a പ്ലസ് f of a പ്ലസ് h പ്ലസ് f of a പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് f of a പ്ലസ് n മൈനസ് 1 ഇൻറ്റു h വേർ h ഈസ് ഇക്വൽ ടു b മൈനസ് a ബൈ n എന്ന ഫോർമുല എഴുതുക. ഇനി നിങ്ങൾ ഈ ക്വസ്റ്റിനുമായിട്ട് ഈ ഫോർമുലയുടെ LHS ആയ ഈ ഭാഗത്തെ കമ്പയർ ചെയ്യുമ്പോൾ a 0 ആണെന്നും b 1 ആണെന്നും അപ്പോൾ ഉടനെ h കാണാൻ പോവുകയാണ് b മൈനസ് a ബൈ n 1 മൈനസ് 0 ബൈ n അതായത് 1 ബൈ n ആണെന്നും പിന്നെ നമ്മുടെ fx 2x പ്ലസ് 3 ആണെന്നും h 1 ബൈ n ആയതുകൊണ്ട് nh ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ nh 1 ആണെന്നും കിട്ടുന്നു. അത്രയും കാര്യങ്ങൾ എഴുതി വയ്ക്കുക. എ ബി ഉപയോഗിച്ച് h, അതിൽ നിന്ന് nh, പിന്നെ fx എന്താണെന്നും കമ്പയർ ചെയ്ത് ഈ രണ്ട് ഭാഗങ്ങൾ തമ്മിൽ കമ്പയർ ചെയ്ത് എഴുതുക. ഇനി ഈ ഫോർമുല തന്നെ നമ്മൾ ഈ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിച്ച് പൂരിപ്പിക്കുകയാണ് ഇനി ചെയ്യുന്നത്, രണ്ട് സൈഡും ഫോർമുലയുടെ. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 to s plus t dx എന്നാണ് ഈ സൈഡ് വന്നത്. ഈ ഭാഗത്ത് a b കൊടുക്കണം, fx കൊടുക്കണം. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 to s plus t dx ഈസ് ഇക്വൽ ടു ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു f of a എന്നുള്ളിടത്ത് f of 0 കൊടുക്കണം പ്ലസ് f of 0 പ്ലസ് h എന്ന് വരും. അത് f of h എന്ന് എഴുതുന്നുള്ളൂ പ്ലസ് f of 0 പ്ലസ് 2h എന്ന് വരും. അത് f of 2h എന്ന് എഴുതുന്നുള്ളൂ പ്ലസ് എക്സെട്ര പ്ലസ് f of 0 പ്ലസ് n മൈനസ് 1 ഇൻറ്റു h എന്ന് വരും. അത് f of n മൈനസ് 1 ഇൻറ്റു h എന്ന് എഴുതുന്നുള്ളൂ. സമ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു ഈ പറയുന്ന f വിലകളെല്ലാം കണ്ടുപിടിക്കണം. അതിനാണ് ഈ fx 2s പ്ലസ് t ആണെങ്കിൽ f of 0 2 ഇൻറ്റു 0 പ്ലസ് 3 അതായത് 3 പ്ലസ് f of h ഇത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ 2h പ്ലസ് 3 ബ്രാക്കറ്റ് പ്ലസ് f of 2h എക്സിൻ്റെ സ്ഥാനത്ത് 2h 2 ഇൻറ്റു 2h പ്ലസ് 3 അതൊരു ബ്രാക്കറ്റ് പ്ലസ് എക്സെട്ര പ്ലസ് f of n മൈനസ് 1 ഇൻറ്റു h എക്സിൻ്റെ സ്ഥാനത്താണ് n മൈനസ് 1 ഇൻറ്റു h 2 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു h പ്ലസ് 3. ഇവിടെ ഒരു ബ്രാക്കറ്റ് വന്നുകൊണ്ട് സെറ്റ് ബ്രാക്കറ്റ് ഇടുക. സമ ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു എല്ലായിടത്തും 3 ഉണ്ട്. ഇത് 2 ഇൻറ്റു 1h, ഇത് 2 ഇൻറ്റു 2h, ഇത് 2 ഇൻറ്റു n മൈനസ് 1h. അതിൽ നിന്ന് നിങ്ങൾ പിടിച്ചെടുക്കുക 2 ഇൻറ്റു 1h 2 ഇൻറ്റു 2h 2 ഇൻറ്റു n മൈനസ് 1h. അപ്പോൾ ഈ ബ്രാക്കറ്റുകൾ എത്ര ഉണ്ട്? 2 ഇൻറ്റു 1h 2 ഇൻറ്റു 2h 2 ഇൻറ്റു n മൈനസ് 1h. അപ്പോൾ ഈ ബ്രാക്കറ്റുകൾ എത്ര ഉണ്ട്? n മൈനസ് 1 എണ്ണമുണ്ട്. അതിലെല്ലാം 3 ഉണ്ട്, കൂടാതെ ഒരു 3 ഉണ്ട്. അപ്പോൾ 3 n പ്രാവശ്യമുണ്ട്. അത് കൂട്ടിയെടുത്താണ് 3 ഇൻറ്റു n പ്ലസ്. ഇനി നമുക്ക് 2hകളാണ് എല്ലാത്തിലും ഉള്ളത്, അത് പുറത്തെടുത്തു. അപ്പോൾ ഒരു 2h പ്ലസ് 2 2h പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 2h ബ്രാക്കറ്റിനകത്തും വരും. സ്ക്വയർ ബ്രാക്കറ്റ് പുറത്തിട്ടു, അകത്ത് n മൈനസ് 1 ഒരു കുഞ്ഞ് ബ്രാക്കറ്റ് വരുന്നുണ്ട്, പുറത്ത് സെറ്റ് ബ്രാക്കറ്റ് ഇട്ടു. ബ്രാക്കറ്റുകളെല്ലാം കൃത്യമായിട്ട് ഇടുക. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു 3n പ്ലസ് 2h ഇൻറ്റു 1 മുതൽ n മൈനസ് 1 വരെ കൂട്ടുന്ന ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്, n ഇൻറ്റു n മൈനസ് 1/2. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു 3n പ്ലസ് 2h ഇൻറ്റു അവിടെ വരെയാണല്ലോ നമ്മൾ എഴുതിയത്. ലിമിറ്റ് h ടെൻഡ്സ് ടു 0, ഈ h ഇനി അകത്തേക്ക് ഗുണിക്കണം. അപ്പോൾ 3nh പ്ലസ് h, ഈ 2 വെട്ടിപ്പോയി, ഈ h അകത്തേക്ക് ഗുണിച്ചപ്പോൾ h സ്ക്വയർ n ഇൻറ്റു n മൈനസ് 1. ലിമിറ്റ് h ടെൻഡ്സ് ടു 0. ഇനി നമുക്ക് NHകൾ ഉണ്ടാകണം, എന്നാലാണ് ഈ NHൻ്റെ വില 1 കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ NH ഉണ്ടായിട്ടുണ്ട്, ഇവിടെ NHകൾ ഉണ്ടാക്കണം. അതിനു വേണ്ടി ഈ ഒരച്ച് ഈ എന്നിനെടുത്തു, അപ്പോൾ NH ഉണ്ടായി. ഈ ഒരച്ച് ഈ അകത്തേക്ക് ഗുണിക്കാനെടുത്തു. അപ്പോൾ ഈ ടേം NHും പിന്നെ ഇതിലെ ഒരച്ച് ഇങ്ങോട്ടും ഗുണിച്ചു. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ രണ്ട് ടേമിനെയും ഗുണിക്കണം, NH മൈനസ് h, NH മൈനസ് h. അപ്പോൾ ഇത് ടോട്ടലായി. അങ്ങനെ NHകൾ തന്നെ ഉണ്ടാക്കി. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 3nh പ്ലസ് ഈ hൽ ഒരെണ്ണം എന്നിൻ്റെ കൂടെ ഒരെണ്ണം ഈ അകത്തേക്ക് ഗുണിച്ചു. അപ്പോൾ NH ഇൻറ്റു ഇതിലേക്ക് ഗുണിക്കുമ്പോൾ NH മൈനസ് h. ഇനി NHൻ്റെ വില 1 ഇടുക. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് h. ഇനി hന് 0 കറക്റ്റായിട്ട് കൊടുത്തുകൊണ്ട് ലിമിറ്റ് എടുക്കുക. അപ്പോൾ 3 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 0 3 പ്ലസ് 1 4. അങ്ങനെ 4 ആണ് ഇതിൻ്റെ ആൻസർ എന്ന് കിട്ടി. നിങ്ങൾക്ക് പിടി കിട്ടിയെന്ന് മനസ്സിലാവുന്നു, ഞാൻ ഓർക്കുവാണ്. കാരണം ഫോർമുല എഴുതുക, എന്നിട്ട് ക്വസ്റ്റ്യനുമായിട്ട് കമ്പയർ ചെയ്ത് എയും ബിയും എഴുതുക, fx എഴുതുക, എയും ബിയും വെച്ച് h കാണുക, അതിൽ നിന്ന് NH എഴുതുക.
ഇനി ഈ ഫോർമുലയുടെ രണ്ട് സൈഡും നമുക്ക് അറിയാവുന്ന ഈ വിലകളെല്ലാം വെച്ച് പൂരിപ്പിക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 to s plus t dx ഈ ഭാഗം വന്നു. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു f of 0 പ്ലസ് f of 0 പ്ലസ് h പ്ലസ് f of 0 പ്ലസ് 2h അതൊക്കെ f of h f of 2h എന്ന് എഴുതാവുള്ളൂ. പ്ലസ് എക്സെട്ര പ്ലസ് f of 0 പ്ലസ് n മൈനസ് 1 ഇൻറ്റു h അത് f of n മൈനസ് 1 ഇൻറ്റു h എന്ന് എഴുതാവുള്ളൂ. ഇനി ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു എഫ് എക്സിൻ്റെ സഹായത്തോടുകൂടി പറയുന്ന കാര്യങ്ങളെല്ലാം എഴുതുക. എഫ് ഓഫ് 0 3 ആണ്, 2 ഇൻറ്റു 0 പ്ലസ് ടി. എഫ് ഓഫ് h 2h പ്ലസ് ടി ആണ്. എഫ് ഓഫ് 2h 2 ഇൻറ്റു 2h പ്ലസ് ടി ആണ്. പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് n മൈനസ് 1 ഇൻറ്റു h 2 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു h പ്ലസ് ടി ആണ്. ഓരോ ടേമും ബ്രാക്കറ്റ് തിരിച്ച് കറക്റ്റായിട്ട് എന്ത് ബ്രാക്കറ്റാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിട്ട് വെച്ചേക്കണം. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു എല്ലായിടത്തും 3 ഉണ്ട്. അപ്പോൾ എത്ര ടേമാണ് ഇത് ആകെയെന്ന് അറിയാൻ ഒരു കാര്യം നമ്മൾ പിടിച്ചെടുത്തു. 1 ഇൻറ്റു 2h 2 ഇൻറ്റു 2h എക്സെട്ര n മൈനസ് 1 ഇൻറ്റു 2h. അപ്പോൾ 1 ഇൻറ്റു 2h 2 ഇൻറ്റു 2h എക്സെട്ര n മൈനസ് 1 ഇൻറ്റു 2h. അപ്പോൾ ഈ 2h വരുന്നത് n മൈനസ് 1 ടേംസിലുണ്ട്. ഇത് തന്നെ n മൈനസ് 1 ടേംസ് ഉണ്ട്. അതിലെല്ലാം 3 ഉണ്ട്, കൂടാതെ ഒരു 3 ഉണ്ട്. ഇപ്പോൾ n പ്രാവശ്യം 3 ഉണ്ട്. എല്ലാത്തിൽ നിന്ന് 2h പുറത്തെടുത്തപ്പോൾ ബ്രാക്കറ്റിൽ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു 3n പ്ലസ് 2h ഇൻറ്റു ഇതിൻ്റെ വില നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ n മൈനസ് 1/2 2 വെട്ടിപ്പോയി. ഇനി പുറത്തെ h അകത്തേക്ക് കയറ്റി ലിമിറ്റ് h ടെൻഡ്സ് ടു 0 3nh പ്ലസ് h സ്ക്വയർ ഇൻറ്റു n മൈനസ് 1. ഇങ്ങനെ കിടന്നാൽ പോലെ NHകൾ ഉണ്ടാക്കിയിട്ട് NHൻ്റെ വില 1 നമുക്കിവിടെ കൊടുക്കണം. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 3nh പ്ലസ് ഒരു h എന്നിനെ ഗുണിക്കാൻ NH, ഒരു h അകത്തേക്ക് ഗുണിക്കാൻ NH മൈനസ് h അകത്തേക്ക് ഗുണിക്കുമ്പോൾ രണ്ട് ടേമിനെയും ഗുണിക്കണം NH മൈനസ് h. ഇനി NHൻ്റെ വില കിട്ടും. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 3 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് h. Hന് നേരിട്ട് 0 ഇട്ട് ലിമിറ്റ് എടുത്തു. 3 പ്ലസ് 1 ഇൻറ്റു 1 മൈനസ് 0 അങ്ങനെ കണക്ക് തീർന്നു. ഇൻ്റഗ്രൽ 0 to 5s plus 1 dx as the limit of a sum. നമ്മുടെ ഫോർമുല എഴുതി. ഇൻ്റഗ്രൽ a to b f s ds ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു f of a പ്ലസ് h പ്ലസ് f of a പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് f of a പ്ലസ് n മൈനസ് 1 ഇൻറ്റു h where h is equal to b മൈനസ് a ബൈ n. ഇതുമായിട്ട് കമ്പയർ ചെയ്തു. a 0 ആണെന്ന് പിടികിട്ടി, b 5 ആണെന്ന് പിടികിട്ടി. അതുപയോഗിച്ച് h കണ്ടുപിടിച്ചു. 5 മൈനസ് 0 ബൈ n അതായത് 5 ബൈ n. അപ്പോൾ NH 5 ആണെന്ന് കിട്ടി. നമ്മുടെ എഫ് എക്സ് s പ്ലസ് 1 ആണെന്നും പിടികിട്ടി. ഇനി നമുക്ക് രണ്ട് സൈഡ് ഈ ഫോർമുലയുടെ പൂരിപ്പിക്കാം. ഇൻ്റഗ്രൽ 0 to 5s plus 1 dx is equal to ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു f of 0 പ്ലസ് f of 0 പ്ലസ് h പ്ലസ് f of 0 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് f of 0 പ്ലസ് n മൈനസ് 1 ഇൻറ്റു h. അതൊക്കെ നമ്മൾ f of 0 പ്ലസ് h എന്ന് എന്തായാലും എഴുതില്ല. f of h f of 2h അങ്ങനെ എഴുതുള്ളൂ. ഇനി നമുക്ക് ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു ഈ എഫ് എക്സിൻ്റെ സഹായത്തോടുകൂടി ഈ കാണാവുന്ന എഫുകളെല്ലാം എഴുതാൻ പറ്റും. എഫ് ഓഫ് എക്സ് എസ് പ്ലസ് 1 ആണെങ്കിൽ എഫ് ഓഫ് 0 പ്ലസ് 1 അത് 1 എന്ന് എഴുതിയാൽ മതി. എഫ് ഓഫ് h പ്ലസ് 1, എഫ് ഓഫ് 2h പ്ലസ് 1 ഓരോ ടേമും ബ്രാക്കറ്റ് ഇട്ട് തിരിച്ച് കാണിക്കുക. പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് n മൈനസ് 1 ഇൻറ്റു h n മൈനസ് 1 h പ്ലസ് 1 സെറ്റ് ബ്രാക്കറ്റ് ഇട്ട് തിരിച്ച് കാണിച്ചു. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു നിങ്ങൾ നോക്കുക എച്ചുകൾ എത്ര ഉണ്ട്? 1h 2h അങ്ങനെ n മൈനസ് 1h. അപ്പോൾ n മൈനസ് 1 ടേംസ് ഉണ്ട്. ഇത് അതിലെല്ലാം 1 ഉണ്ട്, കൂടാതെ ഒരു 1 ഉണ്ട്. അപ്പോൾ 1 n തവണയുണ്ട്, അത് കൂട്ടിയെടുത്തു. 1 ഇൻറ്റു n പ്ലസ് h പുറത്തേക്ക് എടുത്തു. ബ്രാക്കറ്റിൽ 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു n പ്ലസ് h ഇൻറ്റു ഇതിൻ്റെ വില നിങ്ങൾക്കറിയാം n ഇൻറ്റു n മൈനസ് 1/2. ഇനി അകത്തേക്ക് h കയറ്റുവാണ്. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 nh പ്ലസ് ഇനി ഇത് ഗുണിച്ച് NH. ഇനി h സ്ക്വയർ വരും, അതങ്ങനെ തന്നെ ഇടാതെ ഈ പുറത്തുനിന്ന് അകത്തേക്ക് വരുന്ന h ഇതിലേക്കായിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ NH കിടക്കുകയും ചെയ്യും. അപ്പോൾ NH പിന്നെ ഈ h ഗുണിക്കുന്ന ഇതിലേക്ക്, അപ്പോൾ NH മൈനസ് h/2. ഇനി NHൻ്റെ വില 5 ആണല്ലോ. ലിമിറ്റ് h ടെൻഡ്സ് ടു 0 5 പ്ലസ് 5 ഇൻറ്റു 5 മൈനസ് h/2. ഇനി hന് 0 ഇട്ട് ലിമിറ്റ് എടുക്കുക. 5 പ്ലസ് 5 ഇൻറ്റു 5 മൈനസ് 0/2. 5 പ്ലസ് 25/2 2 LC എടുക്കുമ്പോൾ 10 പ്ലസ് 25 35/2. ഭയങ്കര എളുപ്പമാണ് ഈ കണക്ക്. അടുത്ത കണക്ക് ഇൻ്റഗ്രൽ 0 to 4s square dx as limit of a sum ഇൻ്റഗ്രൽ a to b f s ds ലിമിറ്റ് h ടെൻഡ്സ് ടു 0 h ഇൻറ്റു f of a plus h plus f of a plus 2h plus എക്സെട്ര പ്ലസ് f of a plus n മൈനസ് 1 ഇൻറ്റു h. h ഈസ് ഇക്വൽ ടു b മൈനസ് a ബൈ n. a 0 ആണെന്ന് പിടികിട്ടി, b 4 ആണെന്ന് പിടികിട്ടി, എഫ് എക്സ് സ്ക്വയർ ആണെന്ന് പിടികിട്ടി, h 4 മൈനസ് 0/n 4/n ആണെന്ന് പിടികിട്ടി, NH 4 ആണെന്ന് പിടികിട്ടി.
ഇനി ഈ ഫോർമുലയുടെ രണ്ട് സൈഡ് നമ്മൾ പൂരിപ്പിക്കുകയാണ്. ഇൻ്റഗ്രൽ 0 to 4x² dx ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു f of 0 പ്ലസ് f of 0 പ്ലസ് h f of h പ്ലസ് f of 0 പ്ലസ് 2h f of 2h പ്ലസ് എക്സെട്ര പ്ലസ് f of 0 പ്ലസ് n മൈനസ് 1 ഇൻറ്റു h f of n മൈനസ് 1 ഇൻറ്റു h സമ ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു fx സ്ക്വയർ വെച്ച് എല്ലാ എഫ് വിലകളും എഴുതാൻ പോവുകയാണ്. എഫ് ഓഫ് 0 സ്ക്വയർ അതായത് 0 എഫ് ഓഫ് h സ്ക്വയർ എഫ് ഓഫ് 2h ഇൻറ്റു ഓൾ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് n മൈനസ് 1 ഇൻറ്റു n മൈനസ് 1 h ഇൻറ്റു ഓൾ സ്ക്വയർ സമ ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു h സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ 2 സ്ക്വയർ ഉണ്ടാകുന്നത്, ഇവിടെ n മൈനസ് 1 ഓൾ സ്ക്വയർ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് 1 സ്ക്വയർ h സ്ക്വയർ എന്നാക്കണം. അപ്പോൾ h സ്ക്വയർ പുറത്തേക്ക് എടുക്കുമ്പോൾ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 ഹോൾ സ്ക്വയർ എങ്കിലേ നമുക്ക് ഇതിന് ഒരു ഉത്തരവുള്ളൂ. അപ്പോൾ h സ്ക്വയർ എല്ലാത്തിലും ഉണ്ട്, കൂടാതെ 1 സ്ക്വയർ ഫ്രണ്ടിൽ വരുന്നു, 2 സ്ക്വയർ ഫ്രണ്ടിൽ വരുന്നു, n മൈനസ് 1 ഹോൾ സ്ക്വയർ ഫ്രണ്ടിൽ വരുന്നു. അത് വെച്ച് h സ്ക്വയർ പുറത്തേക്ക് എടുത്തിട്ട് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എടുക്കുക. ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു h സ്ക്വയർ ഇൻറ്റു ഇതിനാണ് നിങ്ങൾ ഫോർമുല പഠിച്ചേക്കുന്നത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 1/6 ലിമിറ്റ് h ടെൻസ് ടു 0. നിങ്ങൾ ഇത് കണ്ടാൽ അറിയാം h ക്യൂബ് വരും. ആ h ക്യൂബ് അങ്ങനെ എഴുതാതെ ഒരെണ്ണം ഇതിലേക്കും ഒരെണ്ണം ഇതിലേക്കും ഒരെണ്ണം ഇതിലേക്കും കൊടുത്ത് NHകൾ ഉണ്ടാകുക. അപ്പോൾ ലിമിറ്റ് h ടെൻസ് ടു 0 NH പിന്നെ NH മൈനസ് h പിന്നെ 2NH മൈനസ് h അങ്ങനെ NHകൾ ഉണ്ടാക്കുക. h ക്യൂബ് എടുക്കുകയും ചെയ്തു. ഇതിലോർന്ന് എടുത്തു, ഇതിലോർന്ന് എടുത്തു, ഇതിലോർന്ന് എടുത്തു /6. ഇനി NHൻ്റെ വില 4 ഇടുക. ലിമിറ്റ് h ടെൻസ് ടു 0 4 ഇൻറ്റു 4 മൈനസ് h ഇൻറ്റു 8 മൈനസ് h/6. ഇനി hന് 0 ഇട്ട് ഡയറക്റ്റ് ലിമിറ്റ് എടുക്കുക. 4 ഇൻറ്റു 4 മൈനസ് 0 ഇൻറ്റു 8 മൈനസ് 0/6 16 ഇൻറ്റു 8/6 64/3. എന്തിനെളുപ്പം കണക്ക്. അങ്ങനെയാണ് ഈ കണക്കുകൾ ചെയ്യണത്. ഒരെണ്ണം പറഞ്ഞ് നിർത്തുവാണ്. 0 to 2s² + 1 dx നമ്മുടെ ഫോർമുല എഴുതി കമ്പയർ ചെയ്തു. അപ്പോൾ a 0 ആണ്, b 2 ആണ്, fx² + 1 ആണ്, h 2 - 0/n ആണ്, b -a/n. അപ്പോൾ nh 2 ആണ്. ഇനി നമ്മൾ ഈ ഫോർമുലയുടെ രണ്ട് സൈഡും വിലയിട്ട് പൂരിപ്പിക്കുകയാണ്. ഇൻ്റഗ്രൽ 0 to 2s² + 1 dx ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു f of 0 പ്ലസ് f of 0 പ്ലസ് h f of h പ്ലസ് f of 0 പ്ലസ് 2h f of 2h പ്ലസ് എക്സെട്ര പ്ലസ് f of n മൈനസ് 1 ഇൻറ്റു h ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു f of 0 സ്ക്വയർ പ്ലസ് 1 അതായത് 1 പ്ലസ് ഇവിടെ h ഉണ്ട് കേട്ടോ, പുറത്ത് വിട്ട് കളയരുത്. എഫ് ഓഫ് h സ്ക്വയർ പ്ലസ് 1 പ്ലസ് എഫ് ഓഫ് 2h 2hൻ്റെ സ്ക്വയർ 2hൻ്റെ ഹോൾ സ്ക്വയർ പ്ലസ് 1. കണ്ടോ ഇവിടെ ഒരു കുഞ്ഞ് ബ്രാക്കറ്റ്, പിന്നെ ഈ ടേം തിരിച്ചറിയാൻ സെറ്റ് ബ്രാക്കറ്റ് പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് n മൈനസ് 1 ഇൻറ്റു h n മൈനസ് 1 hൻ്റെ ഹോൾ സ്ക്വയർ. കണ്ടില്ലേ, n മൈനസ് 1 hൻ്റെ ഹോൾ സ്ക്വയർ. n മൈനസ് 1 ബ്രാക്കറ്റ് ഇടാതിരിക്കാൻ പറ്റിയല്ല. n മൈനസ് 1 hന് സ്ക്വയർ എടുക്കുമ്പോൾ വേറെ ബ്രാക്കറ്റ് ഇടാതിരിക്കാൻ പറ്റിയല്ല. പ്ലസ് 1 കൂടെ കഴിഞ്ഞിട്ട് ഈ ടേം കാണിക്കാൻ വേറെ ബ്രാക്കറ്റ് ഇടാതിരിക്കാൻ പറ്റിയല്ല. ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു നിങ്ങൾ നോക്ക്, ഇത് നമുക്ക് 2 സ്ക്വയർ h സ്ക്വയർ n മൈനസ് 1 ഹോൾ സ്ക്വയർ h സ്ക്വയർ പൈപ്പ് ഇത് 1 സ്ക്വയർ h സ്ക്വയർ. അപ്പോൾ 1 സ്ക്വയർ h സ്ക്വയർ 2 സ്ക്വയർ h സ്ക്വയർ അങ്ങനെ n മൈനസ് 1 ഹോൾ സ്ക്വയർ h സ്ക്വയർ എന്ന് പറയുന്ന n മൈനസ് 1 ടേംസിലും 1 ഉണ്ട്, കൂടാതെ ഒരു 1 ഉണ്ട്. അപ്പോൾ 1 ഇൻറ്റു n പ്ലസ് h സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ ഇവിടുന്ന് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 ഹോൾ സ്ക്വയർ. ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു n പ്ലസ് h സ്ക്വയർ ഇൻറ്റു 1 സ്ക്വയർ തൊട്ട് n മൈനസ് 1 ഹോൾ സ്ക്വയർ വരെ കൂട്ടുന്നതിൻ്റെ ഉത്തരമാണ് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു 2n മൈനസ് 1/6. ഇനി ലിമിറ്റ് h ടെൻസ് ടു 0 h അകത്തേക്ക് ഗുണിച്ചു nh പ്ലസ് ഇത് h ക്യൂബ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെ എഴുതി വെച്ചേക്കുവാണ്, ഇവിടെ വെക്കണമെന്നില്ല. h ക്യൂബ് ഇത് NH, പിന്നെ ഇത് മാത്രമേ ഫ്രാക്ഷനുള്ളൂ. h എല്ലാത്തിലേക്കും ഗുണിക്കണം. അപ്പോൾ ഒരെണ്ണം NH പിന്നെ h ക്യൂബ് ഇൻറ്റു n ഇൻറ്റു n മൈനസ് 1 ടു 2n മൈനസ് 1/6. ലിമിറ്റ് h ടെൻസ് ടു 0 NH പ്ലസ് ഈ h ക്യൂബ് അങ്ങനെ ഇടാതെ ഒന്നിതിൽ അങ്ങനെ വീതിച്ചെടുക്കുക. അപ്പോൾ NH മൈനസ് h 2NH മൈനസ് h/6. ലിമിറ്റ് h ടെൻസ് ടു 0 NHൻ്റെ വില 2 ആയിരുന്നു ഈ കണക്കിൽ. അപ്പോൾ അതിടുമ്പോൾ 2 പ്ലസ് 2 ഇൻറ്റു 2 മൈനസ് h ഇൻറ്റു 2 ഇൻറ്റു 2
അപ്പോൾ 4 - h/6. അപ്പോൾ ഇത് ഫ്രാക്ഷൻ അല്ലാന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ ഇവിടെ തൊട്ടേ ഫ്രാക്ഷൻ ഉള്ളൂ. 2 + 2 ഇനി ലിമിറ്റ് എടുക്കുക എച്ചിന് നേരിട്ട് 0 ഇട്ട്. അപ്പോൾ 2 + 2 × 2 - 0 + 4 - 0/6. 2 + 2 × 2 × 4/6. 2 + 16/6 28/6 എന്ന് ആൻസർ കിട്ടുന്നു. അങ്ങനെ ലിമിറ്റ് ഓഫ് എ സം 4 കണക്ക് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. 4 കണക്ക് സിമ്പിളാണ്. നിങ്ങൾ ഇത്രയും ഫോർമുലയും ഈ ഫോർമുലയും പഠിച്ചാൽ ലിമിറ്റ് ഓഫ് എ സമ്മിൻ്റെ ഒരു 4 മാർക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് പരീക്ഷയ്ക്ക് വരുന്നത്. ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 5, 6, 7 ഈ 3 കണക്കോടെയാണ് ലിമിറ്റ് ഓഫ് എ സം ഉള്ളത്. ഈ 3 കണക്കും ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്ന് ഒരു 3 കണക്കുമുണ്ട്. ഒരു 6 കണക്കോടെ തന്നാൽ നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്സ് തീരും. പിന്നെ LPPയിലെ 1-2 വേർഡ് പ്രോബ്ലമാണ്. പരീക്ഷയ്ക്ക് ഒരിക്കലും തന്നെ ഈ വേർഡ് പ്രോബ്ലം ചോദിക്കാറില്ല. അതവിടെ കിടക്കട്ടെ. നമുക്ക് അടുത്ത ക്ലാസ്സോടെ കൂടി ഈ 6 കണക്കോടെ തന്നാൽ നമുക്ക് ഡിലീറ്റഡ് ടോപ്പിക്സും തീർക്കാൻ പറ്റും. അപ്പോൾ ഈ 4 കണക്കാണ് നിങ്ങൾ അടുത്ത ദിവസം ഞാൻ പരീക്ഷ ഇടുമ്പോൾ പഠിച്ച പരീക്ഷ എഴുതേണ്ടത്. ഈ 4 കണക്കാണ്.